ഇവിടെ ആണെങ്കിൽ ഓരോരോ ദിവസം കൂടി വരും തോറും തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ. തണുപ്പ് കൂടി കൂടി വരും തോറും എണീക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചു കേട്ടോ. എണീച്ച് കുറച്ച് കഴിയുമ്പം കറണ്ട് അങ്ങോട്ട് പോയി. ഇന്നാണെങ്കിൽ പിള്ളേർക്ക് ഞാൻ സ്കൂളിലേക്ക് കൊടുത്ത് വരുന്നത് ലെമൺ റൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞുതരാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക്, പിന്നെ ഉഴുന്ന് പരിപ്പില്ലേ, ഉഴുന്ന്, പൊട്ടുകടല, കടല ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കും. അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇടണം കേട്ടോ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, നാരങ്ങനീര് ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെമൺ റൈസ് റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പും കൂടി ഇടണം കേട്ടോ. ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് അരി വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്തതാട്ടോ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നൈഹുവിനും ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്തു വിടണം. അപ്പോൾ ഞാൻ പേരയ്ക്കാട്ടോ കൊടുത്തു വിട്ടത്. നൈനുവിനെ അങ്ങനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് നൈഹുവിനെ റെഡിയാക്കേണ്ട തിരക്കാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ കുളിക്കലൊന്നുമില്ല കേട്ടോ. എങ്ങനെ തണുപ്പത്ത് കുളിക്കുക, അതുകൊണ്ട് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടാണ് കുളിക്കലൊക്കെ കേട്ടോ. അങ്ങനെ നൈഹുവിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ നേരത്ത് നമ്മൾ സ്കൂട്ടിയിലല്ലേ പോണത്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ചുണ്ടൊക്കെ ഇങ്ങനെ വിറയ്ക്കും, കൈയൊക്കെ ഇങ്ങനെ വേദനിച്ചിട്ട് തരിച്ചിട്ട് അങ്ങനെ തിരിച്ച് വന്നു തണുത്ത് വിറച്ചിട്ട്. അപ്പോഴേക്കും നമ്മൾ ലഞ്ചിനുള്ള എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. ലഞ്ചിന് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കുറച്ച് വെണ്ടയ്ക്ക അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടയ്ക്ക ചാറ് കറി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ നൈഹുവിനെ സ്കൂളിൽ കൊണ്ടാക്കി വരുന്ന വഴിക്ക് അവിടെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ പപ്പായ ഇരിക്കണം. അപ്പോൾ അത് മേടിച്ചു കേട്ടോ. പപ്പായ കണ്ടപ്പോൾ മേടിക്കാതിരിക്കാൻ തോന്നിയില്ല. പൈസ കൊടുത്ത് അങ്ങോട്ട് മേടിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ കിട്ടുന്ന സാധനങ്ങളിൽ 46 രൂപയും കണ്ട ഒരു പപ്പായക്ക് കിട്ടും. അപ്പോൾ അത് ഉപ്പേരി വെച്ചു. പിന്നെ ചെറുപയറുണ്ടായിരുന്നു, അത് ഉപ്പേരി വെച്ചു.